ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകമെമ്പാടും ഇരുന്നുകൊണ്ട് ആത്മജ്വാല ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തെയും, ആ കുടുംബത്തിലെ കണ്ണുനീര്, ആ കുടുംബത്തിലെ വേദന, അവിടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവേ നിന്റെ കരങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നു. ദൈവമേ, വളരെ ദാഹത്തോടെയാണ് നിന്റെ തിരുമുമ്പിൽ അടഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ മേൽ അവിടുത്തെ അനുഗ്രഹം, അവിടുത്തെ കൃപ, അവിടുത്തെ അഭിഷേകം, അവിടുത്തെ വിടുതൽ, അവിടുത്തെ സൗഖ്യം ഇപ്പോൾ തന്നെ ഒഴുകണമേ. പൂർണ്ണമായി ആരാധിച്ച് സമ്പൂർണ്ണമായി ആരാധിച്ച് എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് എല്ലാ സങ്കടങ്ങളും സമർപ്പിച്ച് എല്ലാ കഷ്ടപ്പാടും സമർപ്പിച്ച് കരമുയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, വചനം അയച്ച് ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തണമേ. വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ രൂപാന്തരം പ്രാപിക്കട്ടെ. അന്ധകാരത്തിന്റെ നടുവിൽ പ്രകാശമായി നീ കടന്നു വരണമേ. ഞങ്ങളുടെ രോഗങ്ങളുടെ നടുവിൽ രോഗസൗഖ്യമായി കടന്നു വരണമേ. പ്രതീക്ഷയറ്റവർക്ക് പ്രതീക്ഷ നൽകുവാൻ യേശുവേ വരണമേ. യേശുവേ, പൂർണ്ണമായി ആരാധിച്ച് കൈകൾ കൂപ്പി ആരാധിച്ച് സമ്പൂർണ്ണമായി സമർപ്പിച്ച് മകളെ, ഇതാ നമ്മുടെ മുന്നിലിരിക്കുന്ന ദിവ്യകാരുണ്യനാഥൻ നമ്മോടൊരു പ്രത്യേകമായൊരു മെസ്സേജ് തരാൻ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നീ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന മുറിയിൽ ഈശോ വന്ന് പറയുകയാണ്, നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത്. 1 പത്രോസ് 3:17. നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതിനേക്കാൾ നമുക്ക് നല്ലത്. മക്കളെ, എത്ര സ്നേഹിച്ചാലും എത്ര സഹായിച്ചാലും കാര്യത്തോടടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ സ്വാർത്ഥത നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരാറില്ലേ? ചിലർക്ക് വിമർശിക്കാനേ അറിയൂ, അഭിനന്ദിക്കാൻ അറിയില്ല. ചിലർക്ക് സ്നേഹം സ്വീകരിക്കാനേ അറിയൂ, സ്നേഹിക്കാൻ അറിയില്ല. ചിലർക്ക് കുറവുകൾ കണ്ടെത്താനേ അറിയൂ, നന്മകൾ കണ്ടെത്താനോ പറയുവാനോ അവർക്കറിയില്ല. ചിലർക്ക് 2 കൈനീട്ടി സ്വീകരിക്കാനേ അറിയൂ, കൊടുക്കാൻ അറിയില്ല. ഇന്ന് ഈശോ എന്താ പറഞ്ഞത്? നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത്. ഒന്ന് ആലോചിച്ച് നോക്കിയ മക്കളെ, നാം ക്രൂശിക്കപ്പെട്ട കാൽവരി എവിടെയാണ്? നമ്മെ ഓരോ ദിവസവും ഓരോ നിമിഷവും ക്രൂശിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ എവിടെയാണ്? ഒരുപക്ഷേ നമ്മുടെ ഭവനമാകാം, ഒരുപക്ഷേ നമ്മുടെ സഭയാകാം, ഒരുപക്ഷേ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഇടയിലാകാം, ഒരുപക്ഷേ ദുഷ്ടന്മാരുടെ ഇടയിലാകാം, ഒരുപക്ഷേ നിന്റെ രഹസ്യ സ്ഥലത്ത് വെച്ചായിരിക്കാം, ഒരുപക്ഷേ പുണ്യങ്ങൾ അഭ്യസിക്കുന്ന നിന്റെ സ്ഥലത്തായിരിക്കാം. എവിടെയാണെങ്കിലും ക്രൂശീകരണങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും കാൽവരി മലയിൽ ക്രൂശീകരണങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയ മക്കളെ, മനസ്സിലാക്കപ്പെടുവാൻ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, പക്ഷെ മനസ്സിലാക്കുന്നില്ല. മക്കളെ, സ്വയമായ ന്യായമായ ആവശ്യങ്ങൾ പോലും നിർവഹിച്ച് കിട്ടാത്തതിൻ്റെ വേദന ഓരോ കുടുംബത്തിലെ മക്കൾക്കുണ്ട്.
കാരണമില്ലാതെ നിന്ദിക്കപ്പെടുന്നില്ലേ? കാരണമില്ലാതെ മാറ്റി നിർത്തപ്പെടുന്നില്ലേ? കാരണമില്ലാതെ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നില്ലേ? കാരണമില്ലാതെ പീഡിപ്പിക്കപ്പെടുന്നില്ലേ? ഇവിടെയൊക്കെയാണ് ഈ ക്രൂശീകരണം നടക്കുന്നത്. ആരാണ് നമ്മെ ക്രൂശിക്കുന്നത്? ഒരു പക്ഷേ നമ്മുടെ പരിചിതരാകാം, അപരിചിതരാകാം, നമ്മെ കഷ്ടപ്പെട്ട് വളർത്തിയവരാകാം, ജീവിത പങ്കാളിയാകാം, മാതാപിതാക്കളാകാം. ആർക്കൊക്കെ വേണ്ടി നാം ജീവിച്ചുവോ അവരൊക്കെയാണ് നമ്മെ ക്രൂശിക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 16-ാം വാക്യം നാം വായിക്കുന്നു. അപ്പോൾ അവർ യേശുവിനെ ക്രൂശിക്കാനായി വിട്ടുകൊടുത്തു. അപ്പോൾ യേശുവിനെ ക്രൂശിക്കാനായി വിട്ടുകൊടുത്തു. പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാനായി വിട്ടുകൊടുത്തു. നമ്മെയും ഇതുപോലെ തന്നെ വിട്ടുകൊടുക്കുന്ന ചില സന്ദർഭങ്ങളുണ്ടാകാം. ഒരുപക്ഷെ കള്ളക്കേസ് കൊടുത്തായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ പാർട്ട്നേഴ്സ് പറ്റിച്ചിട്ടായിരിക്കാം, അധികാരികളായിരിക്കാം, സഹപ്രവർത്തകരായിരിക്കാം. നമ്മെയും വിട്ടുകൊടുക്കുന്നു. എന്തിനു വേണ്ടി? ക്രൂശിക്കാനായിട്ട്. പിതാവായ ദൈവം യേശുവിനെ ക്രൂശിക്കാനായി വിട്ടുകൊടുത്തത് മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈശോ ഇതുപോലെ തന്നെ നമ്മെ പലരെയും ക്രൂശിക്കാനായി വിട്ടുകൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ദൈവസ്നേഹത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചവരെ, ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവരെ, സ്വയം വിശുദ്ധീകരണത്തിനായി കൊതിക്കുന്നവരെ യേശു ക്രൂശിക്കാനായി വിട്ടുകൊടുക്കുകയാണ്. വിശുദ്ധ മരിയ ഗോരത്തിയെ അലക്സാണ്ടർ ക്രൂശിച്ചു. ആ ക്രൂശീകരണം മൂലമായിട്ട് മരിയ ഗോരത്തി വിശുദ്ധയായി. ക്രൂശിക്കപ്പെട്ടവനു ദൈവദാസന്റെ പദവിയിലേക്ക് ഉയരുന്നു. മകളെ, ആരൊക്കെ ക്ഷമിക്കുന്നുണ്ടോ, ആത്മാർത്ഥമായി ക്ഷമിക്കുന്നുണ്ടോ, ക്ഷമിച്ച ആളും ക്ഷമ കൊടുക്കുന്ന വ്യക്തിയും ഒരുപോലെ ദൈവത്തിൻ്റെ പക്കലേക്ക് പ്രീതികരമായിരിക്കുന്ന വ്യക്തികളായി മാറുകയാണ്. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ സഭയ്ക്കുള്ളിൽ വളരെയധികം ക്രൂശിക്കപ്പെട്ട വ്യക്തിയാണ്. ഭക്ഷണം പോലും കിട്ടാതെ വന്നിട്ടുണ്ട്, വെളിച്ചമില്ലാത്ത മുറിയിൽ കിടത്തിയിട്ടുണ്ട്. ആ ക്രൂശീകരണം സഭയ്ക്ക് തന്നെ അനുഗ്രഹമായി മാറി. ഒരു പക്ഷേ നമ്മുടെ വീട്ടിലോ നമ്മുടെ സമൂഹത്തിലോ നമ്മൾ സൗഹൃദങ്ങൾ പങ്കിടുന്ന മേഖലകളിലോ അവിടെ നിന്നൊക്കെയാണ് ഈ ക്രൂശീകരണം നമുക്ക് വരുന്നത്. ആ സഹനങ്ങളെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വിശുദ്ധിയുടെ പദവിയിലേക്ക് നമ്മൾ ഉയരുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ആഗ്നസിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. വെറും 12 വയസ്സ് പ്രായമുണ്ടായിരുന്ന സമയത്ത് കഴുത്ത് വെട്ടി കൊന്നവളാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഈശോയെ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ, ഞാൻ യേശുവിനെ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൾക്ക് സുദീർഘമായി ജീവിക്കാമായിരുന്നു. ആ മകൾ യേശുവിനോട് ഉള്ള സ്നേഹത്തെ പ്രതി ഒരു കോംപ്രമൈസിനും തയ്യാറാകാതെ ഞാൻ മരിക്കാൻ തയ്യാറാകുകയാണ്. അങ്ങനെയാണ് വിശുദ്ധയായിരിക്കുന്ന ആഗ്നസ് യേശുവിനെ പ്രതി തൻ്റെ ജീവിതം കട്ട് ഷോർട്ട് ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് വിശുദ്ധയായിരിക്കുന്ന ഒരു രക്തസാക്ഷിയായി അവൾ തീർന്നു. ഈശോയെ സ്നേഹിച്ചതിൻ്റെ പേരിൽ, ഈശോയ്ക്ക് വേണ്ടി ജീവിതം കൊടുത്തതിൻ്റെ പേരിൽ ഇതുപോലെ എത്രയോ മക്കൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, വിശുദ്ധനായ പോളികാർപ്പ് ജീവനോടെ ദഹിപ്പിച്ചു കൊല്ലുകയാണ്. എങ്ങനെയാ ഇതൊക്കെ സഹിക്കാൻ സാധിക്കുന്നത്? ദൈവസ്നേഹത്തിൻ്റെ മുമ്പിൽ അതൊക്കെ അത്ര നിസ്സാരമായിട്ട് വിശുദ്ധാത്മാക്കൾ കാണുകയാണ്. പാപം ചെയ്ത് നരകത്തിൻ്റെ തീയിൽ കിടന്ന് ദഹിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം ദൈവസ്നേഹത്തിൻ്റെ എരിത്തീയിൽ കിടന്ന് ഭസ്മമായി തീരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതാണ് രക്തസാക്ഷികൾ നമ്മോട് പറയുന്നത്, സ്നേഹത്തിൻ്റെ തീയിൽ കിടന്ന് എരിയാൻ. അതുകൊണ്ടല്ലേ വിശുദ്ധാത്മാക്കൾ പ്രാർത്ഥിച്ചത്, ദൈവമേ ഞങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്ക്, ഞങ്ങളെ സഹിക്കാൻ പഠിപ്പിക്ക്, അങ്ങയുടെ മുമ്പിലെ ഒരു ജ്വാലകളായി ഞങ്ങൾ മാറുവാനായിട്ട്.
ദാനിയേലിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, 3 ചെറുപ്പക്കാർ, അവരെ 3 പേരെയും ഇത് തീച്ചൂളയിലേക്ക് കൊണ്ട് ദഹിപ്പിക്കാൻ കൊണ്ടുപോവുകയാണ്. അവർ പറഞ്ഞത് ഓർമ്മിക്കുന്നില്ലേ? എരിയുന്ന തീച്ചൂളയിൽ നിന്ന് പോലും രക്ഷിക്കാൻ കഴിവുള്ളവനാണ് ഞങ്ങളുടെ കർത്താവ്. ഇനി ഞങ്ങൾ രക്ഷിക്കുന്നില്ലെങ്കിൽ തന്നെയും സത്യദൈവത്തെ വിട്ട് അന്യദൈവത്തെ ആരാധിക്കാൻ ഞങ്ങളെ കിട്ടില്ല രാജാവേ എന്ന് പറഞ്ഞുകൊണ്ടാ പോകുന്നത്. തീയിലെറിയാൻ കൊണ്ടുപോയ ആ ചാരകന്മാർ തീയുടെ ചൂടേറ്റ് ദഹിച്ച് മരിച്ചുപോയി. പക്ഷേ ഈ 3 ചെറുപ്പക്കാർ ഒരു എയർ കണ്ടീഷൻ റൂമിൽ നിൽക്കുന്ന പോലെ നിൽക്കുന്നത്. അവർ നോക്കിയപ്പോൾ 3 പേരല്ല, 3 പേരുടെ കൂടെ ഒരുവൻ കൂടി. അതാണ് പ്രിയപ്പെട്ടവരെ, ദൈവഭക്തന്മാരെ സഹായിക്കാൻ ദൈവദൂതരിറങ്ങും, ദൈവിക സൈനികം ഇറങ്ങും. അതുകൊണ്ടാണ് നമ്മളുടെ ഓരോ സഹനങ്ങളും നമുക്കുണ്ടാകുമ്പോൾ അത് പുതിയ വഴികൾ ദൈവമായ കർത്താവ് നമുക്ക് തുറന്നു തരാൻ വേണ്ടിയിട്ടാണ്. സഹനത്തിൽ പതരാതെ ഉറച്ചു നിൽക്കുവാൻ ഇന്ന് ദിവ്യ കാരുണ്യനാഥൻ നമ്മോട് പറയുകയാണ്. സഹനമെന്ന് പറയുന്നത് ദൈവം കൈവിട്ടതിൻ്റെ അടയാളമല്ല, മറിച്ച് ദൈവം കയ്യിൽ എടുത്തതിൻ്റെ അടയാളമാണെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കും? സഹനം നമ്മെ ശിക്ഷിച്ചതിൻ്റെ അടയാളമല്ല, ശിക്ഷണം നൽകിയതിൻ്റെ അടയാളമാണെന്ന് ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നു. സഹനത്തെ ഒഴിവാക്കിയാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം, ആത്മീയ ജീവിതം ശുഷ്കമായി മാറും. സഹനങ്ങൾക്ക് മുൻപ് ഉള്ള ജീവിതമല്ല, സഹനങ്ങൾക്ക് ശേഷമുള്ള ജീവിതമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സഹനങ്ങൾക്ക് മുമ്പ് നമുക്ക് പല കുറവുകൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ സഹനങ്ങളിലൂടെ കടന്നു നീങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കുമെന്ന് വിശുദ്ധന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹിക്കുന്ന ഓരോ മനുഷ്യരിലൂടെയും, ഓരോ വൈദികരിലൂടെയും, ഓരോ കുടുംബനാഥന്മാരിലൂടെയും, കുടുംബിനികളുടെയും, ദാസന്മാരുടെയും ദാസിമാരുടെയുമാണ് തിരുസഭ ഇന്ന് വളരുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവിൻ്റെ പക്കലേക്ക് നമുക്ക് കരങ്ങൾ ഉയർത്താം. തിരുസഭയെ വളർത്തുവാനായിട്ട് ധാരാളം വൈദികരും, ധാരാളം ആത്മായ സഹോദരന്മാരും, ധാരാളം കുടുംബിനികളും, ധാരാളം യുവാക്കന്മാരും ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. എന്നിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവമേ, സഹിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ, സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ. യേശുവിനെ സ്നേഹിക്കുവാൻ, യേശുവിനെ മാത്രം സ്നേഹിക്കുവാൻ, അതുവഴിയായി സഭയിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി നമുക്ക് ഒരുമിച്ച് വിളിക്കാം. യേശുവേ, എല്ലാവരും ചേർന്ന് സഹിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥാ, സഹിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. വചനം പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നുവെങ്കിൽ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നു, അഴിയുന്നില്ലെങ്കിലോ ഫലം പുറപ്പെടുവിക്കുകയില്ല. ചിലപ്പോൾ നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാം, ദാരിദ്ര്യമുണ്ടാകാം, വൈകല്യങ്ങൾ ഉണ്ടാകാം, വന്ധ്യതയുണ്ടാകാം, അപമാനങ്ങൾ ഉണ്ടാകാം, പീഡനങ്ങൾ ഉണ്ടാകാം, ഒരുപക്ഷെ വേർപാടുകൾ ഉണ്ടാകാം. ഓർക്കുക, ദൈവം നമ്മെ സഹിക്കുവാൻ, സ്നേഹിക്കുവാൻ പഠിപ്പിക്കുകയാണ്. നമുക്ക് 2 കരമുയർത്താം. നമ്മുടെ ദാരിദ്ര്യങ്ങളിലും, നമ്മുടെ വൈകല്യങ്ങളിലും, നമ്മുടെ വന്ധ്യതകളിലും, നമ്മുടെ അപമാനങ്ങളിലും, നമ്മുടെ പീഡനങ്ങളിലും, വേർപാടുകളിലും ഉദ്ധാനം ചെയ്ത കർത്താവ് നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് നീ കാണുന്നില്ലേ മോനെ? കരമുയർത്തി വിളിക്കാം. യേശുവേ, 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 യേശുവേ. സഹിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥാ, സഹിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. വചനം പറയുന്നു, ഇടുങ്ങിയ വഴിയിലൂടെ പ്രവേശിക്കുക. വിനാശത്തിലേക്കുള്ള വാതിൽ വിസ്തൃതമാണ്,
അതിലൂടെ സഞ്ചരിക്കുന്നവർ വളരെയാണ് താനും. പ്രിയപ്പെട്ട മക്കളെ, അല്പമൊന്ന് സഹിക്കാൻ, അല്പമൊന്ന് മറ്റുള്ളവർക്ക് വേണ്ടി വഴിമാറി കൊടുക്കാൻ, അല്പമൊന്ന് തോറ്റുകൊടുക്കാൻ, അല്പം നഷ്ടങ്ങൾ ഏറ്റെടുക്കാൻ, അല്പം വേദന ഏറ്റെടുക്കാൻ, ഒന്ന് ഒതുങ്ങിക്കൊടുക്കാനായിട്ട് നീ തയ്യാറാകുമ്പോൾ ഈശോ നമ്മിൽ ജീവിക്കുകയാണ്. രണ്ട് കരം ഉയർത്താം, രണ്ട് കരം ഉയർത്തി കഥാനെ വിളിക്കാം. യേശുവേ, 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 യേശുവേ. സഹിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥാ. സഹിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. വചനം പറയുന്നു, അവിടുന്ന് എന്നെ പരീക്ഷിച്ചു കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. മക്കളെ, നമുക്കുണ്ടാകുന്ന പരാജയങ്ങൾ, നമുക്കുണ്ടാകുന്ന സങ്കടങ്ങൾ, നമുക്കുണ്ടാകുന്ന ബലഹീനതകൾ, നമുക്കുണ്ടാകുന്ന തെറ്റായ തീരുമാനങ്ങൾ, ഇതിലൂടെയല്ലേ ദൈവം നമ്മെ നന്മയിലേക്ക് നയിക്കുന്നത്? ഇതിലൂടെയല്ലേ നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നത്? ഇതിലൂടെയല്ലേ നമ്മുടെ ജീവിതം ശോഭനമാക്കി തീർക്കുന്നത്? രണ്ട് കരം ഉയർത്താം, രണ്ട് കരം ഉയർത്താം. കർത്താവേ, ഞങ്ങളെ പരീക്ഷിച്ച് കഴിയുമ്പോൾ ഞങ്ങളുടെ നിറം സ്വർണം പോലെയായി തീരും, ഞങ്ങളുടെ ജീവിതം വിശുദ്ധമായി തീരും, ഞങ്ങളുടെ ജീവിതം നന്മയുള്ളതായി തീരും. രണ്ട് കരം ഉയർത്തി വിളിക്കാം, യേശുവേ. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചു. എൻ്റെ മക്കളെ, ഉചിതമായത് ഉചിതമായ സമയത്ത് പ്രവർത്തിക്കാൻ സാധിക്കണമെങ്കിൽ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തരണം. എങ്കിൽ മാത്രമാണ് ഉചിതമായ സമയത്ത് ഉചിതമായ കാര്യങ്ങൾ വിവേകത്തോടെ വിജ്ഞാനത്തോടെ ചെയ്യാൻ സാധിക്കുക. അതിനൊരു പക്ഷേ ഒരു സഹനത്തിന്റെ മരുഭൂമിയിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. ചെങ്കടലിന്റെ മുന്നിൽ നിന്ന് ഇസ്രായേൽ ജനത ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഇസ്രായേൽ ജനതയും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ അടിപതറരുത്, ക്രിസ്തുവിൽ നിന്ന് കണ്ണുമാക്കരുത്. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ഇരു കരങ്ങൾ ഉയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. യേശുവേ, 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 യേശുവേ. ഞങ്ങളെ സഹിക്കാൻ, ഞങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന നല്ല ഈശോയെ, നിന്നെ വിട്ട് ഒരു സ്ഥലത്തും പോകാതിരിക്കുവാൻ നീ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, നീ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. യേശുവേ. ആരെയാണ് സ്നേഹിക്കാൻ, സഹിക്കാൻ പഠിപ്പിക്കുന്നത്? വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, സ്നേഹിക്കുന്നവരെ അവിടുന്ന് ശാസിക്കുന്നു, മക്കളെ പോലെ ശാസിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? യേശു കടന്നു നീങ്ങിയ അതേ വഴിത്താരയിലൂടെ കടന്നു നീങ്ങുവാൻ. നമുക്ക് മുട്ടുകൾ കുത്താം, നമുക്ക് മുട്ടുകൾ കുത്തിക്കൊണ്ട് നമുക്കുണ്ടായിരിക്കുന്ന ചില രോഗങ്ങൾ, നമുക്കുണ്ടായിരിക്കുന്ന ചില പ്രയാസങ്ങൾ, നമുക്കുണ്ടായിരിക്കുന്ന ചില വേർപാടുകൾ, നമുക്കുണ്ടായിരിക്കുന്ന ചില പ്രതിസന്ധികൾ സ്നേഹിക്കാനും സഹിക്കാനും പഠിപ്പിച്ച് ഉത്ഥാനത്തിന്റെ സന്തോഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടാണ് ദൈവം അപ്രകാരം നമ്മെ തരുന്നത്. ഒരു പക്ഷേ പല വിധത്തിലുള്ള രോഗപീഠകൾ, ക്യാൻസറായി കിടന്നിട്ട് പലരും നിന്നെ കളിയാക്കിയില്ലേ? ദൈവത്തെ വിളിച്ചിട്ട് എന്ത് കിട്ടിയെന്ന്? ട്യൂമർ രോഗിയായിരിക്കുന്ന മകനെ, മകളെ, കർത്താവ് നിന്നോട് ചോദിക്കുന്നില്ലേ? എന്റെ സഹനത്തിൽ നിന്നെ പങ്കുകാരാക്കിയതിന്റെ പേരിൽ വീട്ടുകാർ നിന്നെ വെറുത്തില്ലേ? നാട്ടുകാർ നിന്നെ കുറിച്ച് വഴിവാക്ക് പറഞ്ഞില്ലേ? നിന്റെ രോഗപീഠകളിൽ, നിന്റെ രോഗശൈലിയിൽ തളർന്നു കിടന്നിട്ട് എത്ര നാളായി? എഴുന്നേറ്റ് നടക്കാനായിട്ട് ദൈവം ഇറങ്ങി വരുന്നില്ലല്ലോ എന്ന് പലരും നിന്നെ കുറിച്ച് പരാതി പറഞ്ഞിട്ടില്ലേ? ആ പരാതിയിൽ നീ തളർന്നു പോകരുത്. ഒരു പക്ഷേ പ്രോട്ടീൻ ലോസ് ഉണ്ടായിട്ടുണ്ടാകാം, സോഡിയത്തിന്റെ കുറവ് വന്നിട്ടുണ്ടാകാം, ഒരു പക്ഷേ സ്ത്രീ സഹജമായ രോഗങ്ങളിൽ അകപ്പെട്ടതിന്റെ പേരിൽ
ഒരു സന്താനത്തെ, ഒരു കുഞ്ഞിനെ പോലും ജന്മം നൽകാൻ കഴിയാത്തതിന്റെ പേരിൽ നിന്നെ പരിഹസിച്ചിട്ടുണ്ടാകാം. ഒരു പക്ഷെ പുരുഷ സഹജമായ രോഗങ്ങൾ മൂലമായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതിന്റെ പേരിൽ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. കുഞ്ഞെ, നീ കരയണ്ട. കുഞ്ഞെ, നീ വിഷമിക്കേണ്ട. ദൈവമായ കർത്താവ് ഇതാ നിന്റെ മുമ്പിലൂടെ കടന്നു വരികയാണ്. ഇരുകരങ്ങൾ ഉയർത്താം. ഇരുകരങ്ങൾ ഉയർത്തി കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം. നിന്റെ ഓരോ തുള്ളി കണ്ണുനീരും കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുക. നിന്റെ ഓരോ പരിഹാസങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുക. നിന്റെ ഓരോ സങ്കടങ്ങളിലും കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തി വിളിക്കുക. യേശുവേ, യേശുവേ, യേശുവേ. സ്വരമുയർത്തി വിളിക്കട്ടെ. യേശുവേ. സഹിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥാ. സഹിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. എല്ലാവരും ചേർന്ന് സഹിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥാ. സഹിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സമാപന ആശീർവാദത്തിനായി വിളിച്ചപേക്ഷിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹനങ്ങൾ ദൈവം കൈവിട്ടതിന്റെ അടയാളമല്ല, ദൈവം കോരിയെടുത്തിന്റെ അടയാളമാണ്. മോനെ, മോളെ, രോഗികളായ മകളെ, കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഒരു വലിയ ആത്മീയ ശിക്ഷണം ദൈവമായ കർത്താവ് നമുക്ക് തരികയാണ്. യേശുവേ, ഗോതമ്പ് മണി പോലെ നിലത്ത് വീണ് ഞങ്ങൾ അടിയട്ടെ. ഞങ്ങൾക്ക് ഇടുങ്ങിയ വഴിയുടെ കടന്നു വന്ന് സഹനത്തിന്റെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. യേശുവേ, യേശുവേ, യേശുവേ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവിന്റെ വലിയ കരം ഓരോ രോഗിയുടെ പക്കലേക്ക് കടന്നു വരട്ടെ. ഓരോ ദുഃഖങ്ങളും കർത്താവ് ഇതാ കർത്താവിന്റെ കയ്യൊപ്പ് തരുന്നു. കർത്താവിന്റെ മുദ്ര കുത്തുന്നു. യേശുവേ, 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 യേശുവേ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാ